സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ഗൈസ്. നമ്മൾ പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഹാർഡ് കോർ വിത്ത് ഡോലറിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് ഗൈസ് നമ്മൾ വന്നേക്കുന്നത്. സോ നമ്മൾ ചത്തറില്ല ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വില്ലേജ് ട്രേഡിംഗ് ഹോളും പിന്നെ കുറച്ച് ഫാമും അങ്ങനത്തെ കാര്യങ്ങളാണ്. നമുക്ക് കുറച്ച് റിച്ച് ആവേണ്ട കാര്യമുണ്ട് ഗൈസ്, കാരണം നമ്മൾ ചത്തു അല്ലെങ്കിൽ. സോ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് അത് ബ്രിഡ്ജ് വേണം ഗൈസ്, കാരണം നമ്മൾ എപ്പോഴും ഈ നീന്തി അടക്കാൻ അത്ര സേഫ് അല്ല, റൗണ്ട് അടി കൊണ്ട് നമ്മൾ മിക്കവാറും ചാവും ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ റെക്കോർഡ് ചെയ്ത് വെച്ച് ഗൈസ് ഏറ്റവും ടൈം ലാപ്സ് കുറഞ്ഞ വീഡിയോ ഇതായിരിക്കും ഗൈസ്. നമുക്ക് നല്ലോണം ഫസ്റ്റ് ടൈം ലാപ്സിലേക്ക് പോവാം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഡ്രോണുകൾ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്, പക്ഷേ ഇല്ലയെന്നല്ല ഗൈസ്, രാത്രി കയറി വരാം. സോ ഗൈസ്, നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ക്രോ ഫാമിനുള്ള ടൈം ലാപ്സിലേക്ക് പോകാം ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, ടൈം ലാപ്സ് വളരെ കുറഞ്ഞ വീഡിയോ ആണ് ഗൈസ് ഇത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ക്രോ ഫാമിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ടാസ്കും ഒന്നാമത്തെ ടാസ്കും കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ടൈം ലാപ്സ് തീർത്തു ഗൈസ്. ഓക്കെ, നമ്മുടെ ഇനി മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുമ്പോൾ നമുക്കിനി ഒരു വില്ലേജിൽ പോകണം ഗൈസ്. ഞാൻ അതിൻ്റെ കോർഡിനേറ്റ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഏകദേശം -344 296 അത്യാവശ്യം ദൂരമുണ്ട് ഗൈസ്. എന്നാലും നമുക്ക് എനിക്ക് തോന്നുന്നത് ആ പുഴ വഴി തന്നെ പോകാമെന്നാണ്. നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഇനി അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഗൈസ്, നമ്മളങ്ങനെ വില്ലേജിലെത്തിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ലൂട്ട് ചെയ്യണം. സോ ഗൈസ്, ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ അത്യാവശ്യം റഷ് ചെയ്താണ് ഗൈസ് കളിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോ എടുത്തു, അത് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം നമ്മുടെ വേൾഡൊക്കെ ചുമ്മാ ചുറ്റിക്കറങ്ങി. ഇന്ന് രാത്രി ഇത്തിരി കിടക്കാൻ വൈകിപ്പോയി ഗൈസ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു, വ്യൂ കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കിടന്ന് കഴിഞ്ഞ് തിരിച്ച് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് ഞാൻ താഴെ വെച്ചാർന്ന ടോർച്ച് ആരാണ്ട് കെടുത്തി വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ആ മൈൻഡിൽ അടച്ചിട്ടതെല്ലാം തുറന്നാടും എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്. സോ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തായിട്ട് എല്ലാവരും ഉണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്ത് തുടങ്ങും. അതായത് ഡോറ് തുറക്കാൻ പറ്റും, ബ്ലോക്ക് പിടച്ച് കയറാൻ പറ്റും, ബ്ലോക്ക് തല്ലി പൊളിക്കാൻ പറ്റും. ബേസിക്കലി നമ്മൾ തന്നെ, പക്ഷെ കുറച്ചുകൂടി സ്ട്രോങ്ങർ വെർഷൻ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പം നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കളിക്കണം. നമുക്ക് ഡയമണ്ട് ആർമർ ആവണം, ടൂൾസ് ആണ്. അപ്പോൾ അതിനാണ് ഞാൻ കുറച്ചുകൂടി റഷ് ചെയ്ത് കളിക്കുന്നത് ഗൈസ്. കാരണം നമ്മൾ റഷ് ചെയ്ത് കളിച്ചില്ലെങ്കിൽ നമ്മളെ മിക്കവാറും ചാവും. കാരണം നമ്മുടെ ഡെവലപ്പർ ഓരോ ദിവസത്തിലും ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഗൈസ് വരുന്നത്. അവിടെ റൂയിൻ്റെ ബോർഡിലാണ് ഗൈസ്, നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം, എന്തായാലും ലൂട്ട് കിട്ടണമെന്ന് നോക്കാം. കാരണം നമുക്ക് കിട്ടാത്തത്രയും ലൂട്ട് നമുക്ക് കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമാകും ഗൈസ്. വല്ലയുടെ ഗോൾഡൻ ആപ്പിളുണ്ട്, നമ്മൾ റിച്ചായി ഗൈസ്. ഓക്കെ, എല്ലാം ഉണ്ടാവും. കുറച്ച് നെതറാ. ഓക്കെ, നമുക്ക് ഗോൾഡൻ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ലോഡ് സ്റ്റോൺ, പക്ഷേ ഇപ്പം അതിന് വലിയ വാല്യൂ ഇല്ല ഗൈസ്. പിന്നെ നമ്മുടെ ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ 2 ഉണ്ട്. പിന്നെ ഒരു ഹോ ഉണ്ട്, ഫോർച്യൂൺ ഉണ്ട് ഗൈസ്. നമുക്കത് വെച്ചിട്ട് ക്രോപ്സ് കൃഷി ചെയ്തെടുക്കാം ഗൈസ്. എന്തായാലും നമുക്കിനി ആ വില്ലേജറിനെ കൊണ്ടുപോകാൻ കുറച്ച് മെനക്കേടായിരിക്കും, കാരണം നമ്മൾ ആ മല ഇറക്കിയിട്ട് ഇനി അവിടെ നിന്ന് ഉരുട്ടി കൊണ്ടുപോകണ്ട. ഈ ജാവ ബെഡ്റോക്ക് നമ്മളിപ്പോൾ ഏകദേശം ഒരുപോലെ ആക്കേണ്ട ഒരു മിഷനിലാലോ മോജങ്. അപ്പം ഇത്രയും കാലം നമുക്ക് ഈ ഗ്രാസ് പാത്തില്ലേ, പാത്തിൽ കൂടി നമുക്ക് 7 ബ്ലോക്ക് കൂടി നമുക്ക് കയറാൻ പറ്റുമായിരുന്നു ബോട്ട് ഓടിച്ച്. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ ബ്ലോക്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബോട്ട് മുന്നോട്ട് ഓടിക്കാൻ പറ്റില്ല കേസ്. അത് വല്ലാത്തൊരു പണിയാണ് നമുക്ക് മോജങ് തന്നത്. സോ അത് അത്യാവശ്യം നല്ല പണിയാണ് വില്ലേജറിനെ കൊണ്ടുപോകാൻ. ഈ പാത്ത് ബ്ലോക്കിൽ എങ്ങനെ പെട്ടുപോയി കഴിഞ്ഞാൽ കേസ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പറ്റാത്ത റിസോഴ്സ് കളക്ട് ചെയ്യണം കേസ്. നമുക്ക് ഈ ഹെയർബെയിൽസ് കളക്ട് ചെയ്യണം, നമുക്ക് ബ്രീഡ് ചെയ്യാൻ നല്ലതായിരിക്കും കേസ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ വില്ലേജ് എന്തായാലും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ലൂട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ നമുക്ക് ഇനി എന്തായാലും ഈ വില്ലേജറിന് നമ്മുടെ ബേസിലായിട്ട് കൊണ്ടുപോകണം ഗൈസ്. സോ നമുക്ക് എന്തായാലും അതിൻ്റെ ടൈം ലാപ്സിലേക്ക് വാങ്ങി.
like I'm floating through the air. The pain I felt is paid for, all is said and done. Oh, I am restricted, fixed upon the web. I need to kick the habit that my mind is breathing in. Break out, I've got to see. Spent all my life holding all of it closely. I played it innocent, a feel of discontent. I'm finally facing it all, fearless. Burning the bridge that keeps us. I'm here and I'm feeling fearless. Exaggerated, that's what you assume. The story's over now, I must conclude. I am conflicted, watching where I step still. സോ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ വില്ലേജസിനെല്ലാം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇതിൻ്റെ ട്രേഡിംഗ് ഹോൾ വേണമെങ്കിൽ ടൈം ലാപ്സിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ അടിമകളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ഇവരെ ബ്രീഡ് ചെയ്ത് കുറേ അടിമകളെ ഉണ്ടാക്കണം. ഓക്കെ, പിന്നെ ഗൈസ് നമ്മൾ ഈ മുകളിൽ സൺറൂഫ് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം ഞാൻ അവിടെ കുഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ ടോർച്ചിൻ്റെ വെട്ടം മാത്രം വെച്ചാൽ കുഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഞങ്ങൾക്ക് കുറച്ച് ചന്ദ്രമേലെ പോലെ പാട്ട് കേൾക്കണു. എനിക്ക് തോന്നുന്നതായിട്ട് വെല്ലർ ഇട്ടതാണ്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ അത്ര സേഫായിട്ട് തോന്നിയില്ല. ഞാൻ അതുകൊണ്ട് പിന്നെ സൺലൈറ്റ് പിന്നെ ഡ്വെല്ലറിന് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ചുമ്മാ മുകളിൽ കുഴിച്ച് നമ്മളൊരു സൺറൂഫ് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ഗൈസ്, നമുക്ക് നമ്മുടെ അടിമകളെ ബ്രീഡ് ചെയ്യണം ഗൈസ്. സോ നമുക്ക് അതിന് വേണ്ടി നമുക്ക് കുറച്ച് ബെഡ്സ് ഉണ്ടാക്കണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ വൂളില്ലായിരുന്നു. ഞാൻ ഡയറക്റ്റ് ആദ്യം ബെഡ് എടുക്കാമെന്നാണ് ഗൈസ് വിചാരിച്ച വില്ലേജിൽ നിന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഞാനാണെങ്കിൽ പോണ വഴിക്ക് കുറച്ച് ആടിനെ ഷെയർ ചെയ്തെടുത്ത് ഞാൻ കുറച്ച് ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. ഒരു 3 ബ്രൗൺ ബ്രെഡും പിന്നെ 3 ബ്രൗൺ ബെഡും പിന്നെ 2 ഗ്രേ ബ്രെഡും ഗൈസ് ബെഡ് ഞാൻ എന്ത് പറഞ്ഞാലും ബെഡാന്ന് കൂട്ടിയാൽ മതി ഗൈസ്. പിന്നെ കുറച്ച് വൈറ്റ് ബെഡും എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബെഡ് കറക്റ്റായിട്ട് കിട്ടി. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ നമുക്കിനി ബെഡൊക്കെ വെച്ച് കൊടുത്ത് ഇവന്മാരൊന്ന് ബ്രീഡ് ചെയ്തെടുക്കണം. ഇവന്മാരോ അല്ല ഗൈസ്, നമുക്ക് മൈൻക്രാഫ്റ്റിൽ ജെൻഡർ ഇല്ല. ഓക്കെ, നമുക്ക് ഇവരെ ബ്രീഡ് ചെയ്യാം ഗൈസ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ക്യാരറ്റൊക്കെ നമുക്കിവിടെ നട്ട് വെച്ചേക്കാം ഗൈസ്. കാരണം നമുക്ക്
ക്യാരറ്റ് നടുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ കയ്യിലിടുന്ന നമ്മൾ ചിലപ്പോൾ തീർത്തുന്നിരിക്കും. പിന്നെ ക്യാരറ്റ് ഇട്ടാൽ ഭയങ്കര പാടാണ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈപ്പ് ക്രോപ്പും കൂടിയാണ് ക്യാരറ്റ്. നമുക്കിത് വെച്ചിട്ട് ഭാവിയിൽ ഗോൾഡൻ ക്യാറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഗൈസ്. എനിക്ക് മറ്റേ ഗോൾഡ് ഫാം ഉണ്ടാക്കിയിട്ട് അതിന് എനിക്ക് ഡയമണ്ട് പിക്കാക്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പം ഗോൾഡ് ഫാം ഉണ്ടാക്കും ഗൈസ്, എന്ത് വില കൊടുത്തിട്ടായാലും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന വൈ ലെവലിൽ ഡ്വെല്ലർ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമുക്ക് എയറിൽ ഉണ്ടാക്കേണ്ടി വരും അത്. സോ ഗൈസ് അതെന്തായാലും ആവട്ടെ ഗൈസ്. നമുക്കെന്തായാലും ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കുഴിച്ച് ഈ സൈഡിലൂടെ നമുക്ക് നമ്മുടെ ആ ഫാം ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും. കാരണം ഇത്രയും ചെറിയ ഫാമായി കഴിഞ്ഞാൽ രസമില്ലല്ലോ. സോ ഗൈസ് അപ്പോൾ നമ്മളുടെ ഫാം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം ഗൈസ്. കാരണം രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് കുഴിച്ചിട്ട് പോകാം ഗൈസ്. എന്തായാലും എന്നാലും വൃത്തിയാവുള്ളൂ. നമ്മളിങ്ങനെ മൊത്തം മുകളിലൊരു ഡർട്ട് പോലെ എന്തോ ഒരു ഗ്രാവിറ്റിക്ക് എന്തോ പറ്റിയില്ലേ ഗൈസ്. നമുക്ക് എന്തായാലും കിടന്നുറങ്ങാം. അച്ഛൻ കിടന്നുറങ്ങി ഗൈസ്. ഓ മോൺസ്റ്റേഴ്സ് നിയർ ബൈ ഗൈസ്. ഡ്രൗൺ ആയിരിക്കും മിക്കവാറും. നമുക്ക് എന്തായാലും മുകളിൽ പോയി കിടന്നുറങ്ങാം. ഓക്കെ ഗൈസ് നമ്മളിപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. രാവിലെ ആവട്ടെ. ഓ ഈടാ ഗൈസ് നമ്മൾ ഗ്ലിച്ച് അടിച്ചപ്പോൾ താഴെ വീണ് ചത്തേനെ ഗൈസ്. ഹാർഡ് കോർ ഇപ്പം മൈൻക്രാഫ്റ്റിൻ്റെ ഗ്ലിച്ച് കാരണം തന്നെ ചത്തേനെ. സോ ഗൈസ് നമുക്ക് എന്തായാലും ഫെൻസ് താഴെയും പോയി. നൈസ്. നമുക്കെന്തായാലും ഈ ബെഡ് ഒന്ന് എടുത്ത് വെക്കാം ഗൈസ്. ഇവിടെ ഈ സൈഡിൽ നിന്ന് ശരിയല്ല, നമ്മൾ ചിലപ്പോൾ മിക്കവാറും താഴെ ചാവും ഗൈസ്. ഇന്ന് മൊത്തം നാക്ക് ഉളുക്കുവാണ് ഗൈസ്. നാക്ക് ഉളുക്കുണ്ട്, സൗണ്ട് അടിച്ചു പോയിട്ടുണ്ട്, മൊത്തം പണിയാണ് ഗൈസ്. എന്തായാലും നമുക്ക് താഴെ പോയി നോക്കാം ഗൈസ്. പിന്നെ നമ്മുടെ അടുത്ത ഗൈസ് എടാ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ടോർച്ച് എങ്ങനെയാണ് കെട്ടിരിക്കണേ? അതും ഒന്നൊന്നുമല്ല ഗൈസ്, ഒന്നിൽ കൂടുതലുണ്ട്. അതിനർത്ഥം നമ്മൾ ഇന്നലെ കറക്റ്റ് സമയത്താണ് വീട്ടിൽ കയറിയതെന്നാണ്. നമ്മൾ ഇത്തിരി കൂടി വൈകി പോയാർന്നെങ്കിൽ ഹാർഡ് കോർ തീർന്നേനെ ഗൈസ്. ഡ്വെല്ലർ താഴെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം. പക്ഷെ കേവിൽ വന്ന സാധനം ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് മുകളിൽ വന്നു തുടങ്ങി ഗൈസ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇനിയപ്പോൾ അത് ബേസിക് കയറി വരാൻ ചാൻസ്. നമുക്ക് എന്തായാലും ട്രേഡിംഗ് ഹോൾ വല്ല വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിലൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഏകദേശം സമയമായിട്ടുണ്ട്. 13:43 ആയിട്ടുണ്ട്. പിന്നെ ഗൈസ് ചെറുതായിട്ട് നമ്മുടെ ഡ്വെല്ലറൊന്നും വന്നിട്ടുണ്ട്. പുള്ളി നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയേക്കുന്നത് ആക്ച്വലി. അടുത്ത എപ്പിസോഡ് ആകുമ്പോഴത്തേക്കും പുള്ളിയെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കണത്. നമ്മളൊന്ന് കണ്ടതാട്ടോ ഫസ്റ്റ് എപ്പിസോഡിൽ, അന്ന് തന്നെ തൃപ്തിയായതാണ്. സോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അത്യാവശ്യം പ്രിക്കോഷൻസ് ഒക്കെ എടുക്കണം, ഒരു റെയ്ഡ് ഫാമൊക്കെ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോക്കകത്ത് ടൈം ലാപ്സിൻ്റെ എണ്ണം ഇത്തിരി കൂടുതലാണെന്ന് അറിയാം ഗൈസ്. നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ ശരിയാക്കാം. സോ അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൽ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ബൈ.